ഇപ്പോൾ ഇവിടുത്തെ ഒരു അമ്പലത്തിൽ ഒരു ഹാലോവിൻ പോലത്തെ എന്തൊരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമ്മർ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ സമ്മർ ഫെസ്റ്റിവല്, വെടിക്കെട്ട്, അങ്ങനെ കുറേ പരിപാടി നടക്കാറുണ്ട്. എനിക്ക് നൈറ്റ് ആയതുകൊണ്ട് ആണ് ഈ സമയത്തൊക്കെ ഞാൻ വീട്ടിലെത്തിയത്. ഇന്ന് പിന്നെ ഞായറാഴ്ചയാണ്, ഓഫാണ്. അപ്പോൾ ഏകദേശം 6 മണി 9 മണി വരെ കാണുന്ന പരിപാടി. ഞാൻ ജസ്റ്റ് അവരുടെ സൈറ്റിൽ നോക്കിയപ്പോൾ എന്തോ അതന്നെ ഈ ഹാലോവിൻ പോലെ ഗോസ്റ്റിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഒരു പരിപാടി. പോയി നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. മഴയായതുകൊണ്ട് ട്രാമിൽ പോകുന്നതാണ് വിചാരിക്കുന്നത് കേട്ടോ. ചാറ്റൽ മഴയുണ്ട്. വേനലിടയ്ക്ക് ഇങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കും. പ്രവചിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങി നോക്കാം. മഴ ചാരിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൺഫ്യൂഷനാണ്, സൈക്കിളിൽ പോകണോ അതോ നടന്നു പോകണോ സ്റ്റേഷൻ വരെ. നടക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഉണ്ട് ആ ട്രാമിൻ്റെ സ്റ്റേഷനിലേക്ക്. അവിടെ പോയി ഇറങ്ങിയിട്ടും പിന്നെയും നടക്കാനുണ്ട്. മൈദേര എന്ന് പറഞ്ഞ ടെമ്പിളിൽ ഇതിന് മുന്നേ ഒരിക്കൽ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ പോകാൻ വേണ്ടി പോയതല്ല. കഴിഞ്ഞ വട്ടം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഹൈക്കിങ് പോലെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ വഴി തെറ്റിയിട്ട് വന്ന് ഇറങ്ങിയത് ഈ മൈദേര എന്ന് പറഞ്ഞ ബുദ്ധിസ്റ്റ് അമ്പലത്തിൻ്റെ താഴെയായിരുന്നു. അവിടെ പിന്നെ അന്ന് എൻട്രി ഫീസൊക്കെ കണ്ടുകൊണ്ടും പിന്നെ ആകെ നടന്നാകെ അവശയായതുകൊണ്ടും അന്ന് കയറിയില്ല. അവിടെ നേരെ അങ്ങോട്ട് പോന്നു. സോ ആ ഒരു അമ്പലത്തിലാണ്, ആ ഒരു ബുദ്ധിസ്റ്റ് അമ്പലത്തിലാണ് ഇന്ന് ഈ ഇവൻ്റ് നടക്കുന്നത്. ഇന്ന് 9-ാം തീയതി തൊട്ട് 12-ാം തീയതി വരെയെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തു. ശനിയാഴ്ച സ്റ്റാർട്ട് ചെയ്തു, ഇന്ന് ഞായറാഴ്ച. വീടിൻ്റെ ഫ്രണ്ടിലുള്ള മിനി സ്റ്റോപ്പാണ് കേട്ടോ. ഇത് കൺവീനിയൻസ് സ്റ്റോറാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഇവിടെ നിന്ന് കിട്ടും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിന് മുമ്പത്തെ ഷോർട്സിലൊക്കെ. നടന്നു കുറച്ചും കൂടി ആയപ്പോൾ ഇത് നമ്മൾ ഫിഷ് മീറ്റ് എടുക്കാൻ വരുന്ന സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഫ്രണ്ട് മാർട്ടാണ്. സിഗ്നൽ വീഴാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിഗ്നൽ വീണു. ഇനി ഇവിടെ നിന്ന് 1 കിലോമീറ്ററും കൂടെ കഷ്ടി. സോ ഇതേപോലത്തെ നെൽപ്പാടങ്ങൾ ചെറിയ പീസാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ചുറ്റും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഏകദേശം ഏപ്രിൽ അവസാനം മെയ് ആദ്യമൊക്കെയാണ് ഇവിടെ ഞാറ് നട്ടത്. മേ ബി ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസമായിട്ട് കൊയ്ത്തായിരിക്കും എന്നാണ് തോന്നുന്നത്. ഞാൻ ഉള്ള പ്രിഫെക്ചറിൽ കുറേ ഉണ്ട് കേട്ടോ നെൽപ്പാടങ്ങൾ. ഞാൻ പണിക്ക് പോകുന്ന സമയത്തൊക്കെ റോഡിൻ്റെ 2 സൈഡിലും നമ്മളെ നാട്ടിലെ പോലെ തന്നെ നീണ്ടു തുറന്ന് കിടക്കുന്നുണ്ടാവും. നല്ല രസമുള്ള കാഴ്ചയാണ്. മേ ബി നിങ്ങൾ വേറെ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും. ഈ ഡീമൺ സ്ലെയർ അനിമയുടെ ആ ഒരു താഞ്ചിറോ, കമാദോ താഞ്ചിറോയുടെ ആ വാൾ വീശി നിൽക്കുന്ന ആ ഒരു സാധനമൊക്കെ നെൽപ്പാടത്ത് ആർട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെവിടെ നഗോയ ആ സൈഡ് എങ്ങോട്ടാന്ന് തോന്നുന്നു, നമ്മളിവിടെ ഒന്നുമില്ല. സോ അപ്പോൾ ഇതുപോലത്തെ നെൽപ്പാടങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ അടുത്തുള്ള സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ട്രാം ചെറിയ സ്റ്റേഷനായിരിക്കും കേട്ടോ ഇത്. 2 കുഞ്ഞ് പ്ലാറ്റ്ഫോം, അതുപോലെ ചെറിയൊരു ഗേറ്റ് കണ്ടോ. ആകെ 2 കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ എനിക്ക് എൻ്റെ IC കാർഡ് എനിക്ക് ചാർജ് ചെയ്യണമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അതിനകത്ത് ഓടിക്കയറി പോകുമായിരുന്നു. അപ്പോൾ വലിയ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ, ക്യോട്ടോ പോലത്തെ വലിയ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ചിലപ്പോൾ നമുക്ക് ട്രെയിനൊക്കെ മിസ്സാവാൻ ചാൻസ് ഉണ്ട് വരി നിന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു IC കാർഡ് ഒരെണ്ണം എടുത്തായിരുന്നു. സോ അതിലാകുമ്പോൾ നമ്മുടെ കൊച്ചി മെട്രോ കാർഡൊക്കെ പോലെ തന്നെ അതിൽ പൈസ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ടാപ്പ് ചെയ്ത് പോകും. അപ്പോൾ എന്തായാലും അതിനകത്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇന്ന് പോയി വരാൻ തികയത്തില്ല. അപ്പോൾ അതിൽ ഒരു 1000 ഇടണം. ഇപ്പം എല്ലാ സ്റ്റേഷനിലും ഈ മെഷീൻ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് കൺവീനിയൻ്റ് ആണ്. 1000, 2000, 3000. വലിയ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയ എമൗണ്ട് ഇടാം. 500 തന്നെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അങ്ങനെ കാർഡ് ഇട്ടു, 1000 ഇട്ടു, റീചാർജ് ചെയ്യാണ്. സോ 248 എന്നാണ്ട ബാക്കി ഉണ്ടായിരുന്നത്. അതാണ് സുയിക്ക കാർഡ്. സോ ഇനി 1248 ടോട്ടലുണ്ട്. സോ ഇതാണ് നമുക്ക് ടാപ്പ് ചെയ്യേണ്ടത്. വലിയ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റൊക്കെ ഉണ്ടാവും, ഗേറ്റ് ഓപ്പൺ ആവും. ഇവിടെ അങ്ങനത്തെ ഗേറ്റൊന്നുമില്ല. ടാപ്പ് ചെയ്തില്ലെങ്കിൽ പോലും ആരും അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇവിടെ ആരും അങ്ങനെ ചെയ്യത്തില്ല. എല്ലാവരും ഭയങ്കര സത്യസന്ധരായിരിക്കും. അപ്പോൾ അതിനകത്ത് ടാപ്പ് ചെയ്യുമ്പോൾ ബാലൻസ് കാണിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ എൻട്രി അതിനകത്ത് നോട്ടായിട്ടുണ്ട്. നമ്മളിനി ഏത് സ്റ്റേഷനിലാണോ ഇറങ്ങുന്നത് അവിടെ നിന്ന്
ഡെബിറ്റ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. ഈ IC കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മാത്രമല്ല കേട്ടോ, ബസ്സിൽ യൂസ് ചെയ്യാം, JR ജാപ്പനീസ് റെയിലിൽ യൂസ് ചെയ്യാം, വെൻഡിങ് മെഷീനിൽ യൂസ് ചെയ്യാം, അങ്ങനെ കുറേ സ്ഥലത്ത് യൂസ് ചെയ്യാം. ഭയങ്കര കൺവീനിയൻ്റ് ആണ്. സോ അങ്ങനെ നമ്മുടെ ട്രാം വന്നു. ഭയങ്കര തിരക്കുറവായിരുന്നു. മേ ബി തൊട്ട് മുന്നേ പറഞ്ഞ് പോയത് കൊണ്ടായിരിക്കാം. പിന്നെ ഞായറാഴ്ചയാണ്, മഴയാണ്, അതുകൊണ്ടായിരിക്കും ആരും പുറത്തിറങ്ങാത്തത്. സോ ഞാൻ കയറിയ കമ്പാർട്ട്മെൻറ്റിൽ വേറെ പുള്ളിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമുക്ക് എത്തേണ്ട സ്റ്റേഷനിലെത്തി. എക്സിറ്റ് മാർക്ക് ചെയ്തു, ടാപ്പ് ചെയ്തു. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് മൈദേര ടെമ്പിളിലേക്കാണ്, 1/2 കിലോമീറ്ററും കൂടെ. എല്ലാം റോഡെല്ലാം കാലിയായിരുന്നു, ആരും ഇല്ല. സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായിരിക്കും, വണ്ടിയിൽ വരാണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരുന്നതായിരിക്കും നല്ലത്, പാർക്ക് ചെയ്യാൻ സ്ഥലം ഭയങ്കര പരിമിതമായിരിക്കും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. സോ ഇതാണ് എൻട്രൻസ് കേട്ടോ. മെയിൻ എൻട്രൻസ് അല്ല, അതിന് മുന്നത്തെ ഒരു ചെറിയൊരു എൻട്രൻസ് പോലെ. പക്ഷേ മൈദേര ടെമ്പിൾ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് കേട്ടോ. ഇത് ശരിക്കും ഷിൻഡോയാണ്, അപ്പോൾ ഇത് വേറെ ആയിരിക്കണം ഇത്. കാരണം ഷിൻഡോ മതത്തിൻ്റെയാണ് ഈ ഗേറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചുവന്ന് അടിപൊളിയാണ് കാണാനൊക്കെ. സോ ഇത് അതിനെത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ഷിൻഡോ അമ്പലം. ഇത് ഇഷ്ടം പോലെയാണ്, ചവറ് പോലെയാണ്. ഞാൻ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇഷ്ടം പോലെ, ഒരു കൊല്ലം മൊത്തം കറങ്ങാനുള്ളതുണ്ടാവും, ഇതും ക്യോത്തോവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ. സോ അങ്ങനെ മൈദേര ടെമ്പിൾ എത്തിയിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ അതിൻ്റെ എൻട്രൻസ് ആണ്. ഇതിലാണ് നമ്മൾ കഴിഞ്ഞ വട്ടം ഹൈക്കിങ് പോയിട്ട് വഴി തെറ്റിയിട്ട് മലയുടെ മേളിൽ നിന്ന് ഇറങ്ങി വന്ന വഴി ഇതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയില്ല എന്ന്. സോ ഇതാണ് നമ്മൾ വന്നേക്കുന്ന ഫെസ്റ്റിവൽ, മൈദേര യോക്കായി നൈറ്റ് എന്നും പറഞ്ഞിട്ട് കേട്ടോ. സോ അങ്ങനെ അതിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെയാണ് എൻട്രൻസ് ഗേറ്റ്. ഇവിടെ 2 സ്റ്റാച്ചു ഉണ്ടായിരുന്നു, പിന്നെ 2 ആൾക്കാർ വേഷം മാറിയിട്ട് നിൽക്കണമായിരുന്നു. ജാപ്പനീസ് അവർ പിള്ളേരൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു അവിടെ. അവിടെ കുറച്ച് നേരം നിന്ന് പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് 1500 എന്നാണ് അഡൾട്ടിന്. പിന്നെ ഏതാണ്ട് ഹൈസ്കൂൾ എലമെൻ്ററി സ്കൂൾ വരെ 500 തന്നെ പിള്ളേർക്കുള്ള ടിക്കറ്റ്. അവിടെ നിന്ന് പതുക്കെ നടന്ന് ഉള്ളിൽ കയറുകയാണ്. മഴ ഒന്ന് ഒതുങ്ങിയായിരുന്നു, പക്ഷെ ഞാൻ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയപ്പോഴത്തേനും വീണ്ടും മഴ കൂടി. ഇതിന് കഴിഞ്ഞ ദിവസം ഇവിടെ വെടിക്കെട്ടായിരുന്നു, അപ്പോഴും പണ്ടാറ് മഴ. പക്ഷെ വെടിക്കെട്ട് നടന്നിട്ടാ. സോ ഇപ്പോൾ കണ്ട ഈ പരിപാടി പോലെ അരമണിക്കൂർ കൂടുമ്പോൾ വേറെ പരിപാടി, നാടകം, പിന്നെ പാട്ട്, അതുപോലെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ പതുക്കെ അങ്ങോട്ട് മൂവ് ചെയ്തു. സോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ പ്രേതങ്ങൾ തലയൊട്ടിയൊക്കെ പിടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിള്ളേരൊക്കെ പേടിപ്പിച്ച് പിള്ളേരൊക്കെ കരഞ്ഞ് നിൽപ്പുണ്ടവരോടൊക്കെ. ഇത് അതിനകത്തുള്ള ഒരു മ്യൂസിയം പോലത്തെ, ചെറിയൊരു മ്യൂസിയം പോലത്തെ. അവിടുത്തെ ഹിസ്റ്ററി, ഏത് കൊല്ലം സ്റ്റാർട്ട് ചെയ്തു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇതേ അസ്ഥികൂടം പിടിച്ചൊരപ്പച്ചനോട് നിൽപ്പുണ്ട്. പിള്ളേരൊക്കെ ഓ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. സോ ഇതൊരു ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ. എല്ലാവരും ഇപ്പോൾ അവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു ഹോണ്ടഡ് ഫീല്, ബാക്കിൽ നിന്ന് കുറച്ച് സ്മോക്കൊക്കെ കൊടുത്തിട്ട്. ഇതായിരുന്നു അത്. കുഴപ്പമില്ല, ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിരുന്നു. സോ ഇവിടെയും കുറച്ച് പ്രേതങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പിള്ളേരൊക്കെ എവിടെയും പോയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കൈകാട്ടി വിളിക്കുന്നുണ്ട്, ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ട്. ഇതാണ് മൈദേര ടെമ്പിളിൻ്റെ മെയിൻ കെട്ടിടം, മെയിൻ പോയിന്റ്. ഇത് പകൽ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. പക്ഷെ ഒന്നത് വൈകുന്നേരമാണ്, ലൈറ്റിങ് കുറവായതുകൊണ്ട്. സോ വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല, ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പറയത്തക്ക പ്രേതങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ മഴ പെയ്തുകൊണ്ടാണോന്ന് അറിയില്ല, അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ 3 പ്രേതങ്ങളാണ് കേട്ടോ, പേടിപ്പിക്കാൻ വന്നതാണ്.
ഈ പ്രേതം എന്നെ കണ്ട് പേടിച്ച് വേറെ സൈഡിൽ പോയി. താടി വെച്ചോണ്ട് അവിടെ ചിലപ്പോൾ താടി ഇവർക്ക് പൊതുവെ താല്പര്യരക്ഷികളല്ല ഇവർ. പിന്നെ അവിടുത്തെ കുറച്ച് ലോക്കൽ ആൻറ്റീക്സ് അല്ല ഹാൻഡ് ക്രാഫ്റ്റ് പോലത്തെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഷോപ്പുകളുണ്ടായിരുന്നു. പൊതുവേ തിരക്ക് കുറവായിരുന്നു. പിന്നെ 1500 എന്നിനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല.